യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പെസഹ ആചരിക്കുന്ന ഈ ദിവസം ഈശോ പെസഹ ദിവസമാണ് വിശുദ്ധ കുർബാന സഹ്യോൽ മാളികയിൽ ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ്, നിങ്ങളിതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് അപ്പം എടുത്ത് ആസ്വദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ ഒരു ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം ഈശോയുടെ പെസഹ ദിവസം ആരംഭിച്ച് കാൽവരി പൂർത്തീകരിച്ച ഈശോയുടെ ആ ഒരു ബലി ഇന്നും ഈശോയുടെ ഓർമ്മയ്ക്കായി നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ തുടരുകയാണ് ചെയ്യുന്നത്. ആ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് അവരെ സംഹാരദൂതൻ അവരുടെ നഗരത്തിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിലൊക്കെ പുരട്ടിയ ആ വീടുകളിൽ നിന്ന് സംഹാരദൂതൻ ഒഴിഞ്ഞു പോയത് എൻ്റെ ഓർമ്മ ആചരിച്ചിരുന്ന പഴയ നിയമത്തിൽ പെസഹയ്ക്ക് പകരം പുതിയ നിയമത്തിൽ ഈശോ സ്വന്തം കാൽവരിൽ ചിന്താൻ പോകുന്ന താൻ തന്നെ സ്വയം കുഞ്ഞാടായി മനുഷ്യൻ്റെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ ശരീരത്തിൽ സഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് അങ്ങനെ പുതിയ നിയമത്തിൽ കുഞ്ഞാടായി ബലിയായി ഈശോ തീർന്നു. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇന്ന് വിശുദ്ധ കുർബാന ആ ഒരു ഓർമ്മയുടെ ഒരു ഓർമ്മ ആചരിക്കുമ്പോൾ അതൊരു ബലിയാണെന്നും അതൊരു വിരുന്നാണെന്നുള്ള ബോധ്യത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാനും ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യാത്തവർ ചെയ്യുന്നവർ മാത്രമേ നിത്യജീവൻ അവകാശമാകുകയുള്ളൂ എന്നുള്ള യേശുവിൻ്റെ ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് അന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ച് യേശുവിൻ്റെ ശരീരം രക്തം ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് യേശുവിൽ നിന്ന് അകന്നു യേശുവിനെ വിട്ട് പിന്നീട് ഒരിക്കലും അവർ യേശുവിനെ അനുഗമിച്ചില്ല. എന്നിട്ട് പോലും ഈശോ അവരെ തിരിച്ചു വിളിക്കുകയോ ഒന്നും ചെയ്യാതെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകുന്നുവോ എന്നാണ് ചോദിച്ചത്. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോയുടെ ശരീര രക്തവും നമ്മൾ ഭക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഈശോയുടെ ആ പ്രബോധനം അത് ഉൾക്കൊള്ളാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാനും ഈശോയുടെ ആ പത്തിൽ മറിഞ്ഞിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും വിശുദ്ധ ബലിക്ക് വരുമ്പോൾ ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ അത് ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രമേ ബലിയർപ്പിക്കാവൂ എന്നുള്ള ആ ഈശോയുടെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുവാനും സ്വാർത്ഥമായ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം ഉപേക്ഷിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ നല്ലൊരു രമ്യതയിൽ പെട്ടുകൊണ്ട് സഹോദരങ്ങളുമായി ദൈവവുമായി പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് നല്ലൊരു വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായി ദൈവത്തിന് ഒരു നല്ലൊരു ബലിയർപ്പിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അങ്ങ് യോഗ്യരാക്കണമേ. കായയിലും ആബേലും ബലിയർപ്പിച്ചപ്പോൾ
കായലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല, ആബേലിൻ്റെ ബലിയിൽ സംപ്രീതനായി. ആ കായലിനെ യേശുവിനെ ദൈവത്തിന് ആ ഒരു ബലിയർപ്പണത്തിൽ ദൈവം നോക്കിയത് കാഴ്ചവെച്ച വസ്തുവിനെയല്ല, കാഴ്ചവെച്ച വ്യക്തിയുടെ മനോഭാവവും ആ ചിന്താഗതിയുമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് എന്നുള്ള ബോധ്യത്തിൽ കാപട്യവും വഞ്ചനയും ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ മുന്നിലേക്ക് വരുവാനും അങ്ങനെ ആത്മാർത്ഥ സത്യസന്ധവും ഉള്ള ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു നല്ലൊരു വ്യക്തികളായി പാപത്തെ വെറുത്തുകൊണ്ട് തിന്മയെ വെറുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ദൈവം അതിൽ സംപ്രീതനാവുമെന്നുള്ള ഒരു ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ഈശോയെ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരു സക്രാരി പോലെ നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ ശരീരത്തെ അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കാനും അങ്ങനെ വിശുദ്ധി നിറഞ്ഞ ഒരു വ്യക്തികളായി തീരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ ഈശോയെ അനുഗ്രഹിക്കണമേ. ജനികമായ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ട് അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരത്തെ വിശുദ്ധവും ദൈവത്തിൻ്റെ സ്വീകാര്യവുമായ സജീവ ബലിയായി അർപ്പിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അസൂയയും സാർത്ഥതയും കലഹവും വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കാപട്യമില്ലാതെ കടന്നു വരുവാനും അങ്ങനെ എല്ലാവരോടും രമ്യതയിലായിക്കൊണ്ട് നല്ലൊരു വ്യക്തികളായിട്ട് നല്ലൊരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ ആ ഒരു വിശുദ്ധ കാലുബലി അർപ്പിച്ച ആ ഈശോ അർപ്പിച്ച ആ ഒരു ബലിയിൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കൈക്കുട്ടി പാടുകയോ അങ്ങനെ എന്തൊക്കെ പ്രാർത്ഥനകൾ എന്തൊക്കെ നമ്മൾ അർപ്പിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഈശോയുടെ ആ കുരിശുമരണവും ഉള്ള ആ ഒരു ഈശോ കാലുവരിൽ ചിന്തിയ ആ ഒരു ബലിക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാനായിട്ട് ഈശോയെ കൃപ നൽകണമേ. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈശോ ഇന്നും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ഒരു ഈശോയുടെ ബലി വിശുദ്ധ കുർബാന നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ആ ബലി അർപ്പിക്കപ്പെടുന്നത് പള്ളിയിലല്ല, ഉയരങ്ങളിലുള്ള ആ സ്വർഗത്തിലാണ് അർപ്പിക്കപ്പെടുന്ന മാലാഖമാരോടും വിശുദ്ധരോടും എല്ലാവരോടും ഒരുമിച്ചാണ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ചിന്തയെല്ലാം ഉന്നതങ്ങളിലേക്ക് ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈശോയുടെ തിരുവചനങ്ങൾ ശരീരരക്തങ്ങൾ ഈശോയുടെ വചനം ഉച്ചരിച്ചുകൊണ്ട് ആക്കി മാറ്റുന്നത്. ഈ പെസഹ ആ ദിവസം തന്നെയാണ് പൗരോഹിത്യവും ദൈവം തുടർന്നു കൊണ്ടുപോകാനായിട്ട് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ബലി തുടരാനായിട്ട് പൗരോഹിത്യം സ്ഥാപിച്ചതും ഈ ദിവസം തന്നെയാണ്. നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും അവരുടെ കുറവുകൾക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്ന പ്രാർത്ഥനകളും പരിഹാരവും ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധ ബലിയിലെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം വിശുദ്ധ സക്രാരിലിരിക്കുന്ന ഈശോയുടെ അടുത്ത് പോയി തിരുവോസ്തിലിരിക്കുന്ന ഈശോയെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ആ ദൈവത്തെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന്
സക്രാരിൽ നിന്നും ഊർജവും അങ്ങനെ ജീവിതത്തിൽ സ്വർഗീയ ദേശത്തിലേക്ക് നമ്മൾ എത്തുന്നതുവരെ നമുക്ക് ആ ഒരു ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തളർന്നു പോകാതെ വിശ്വാസത്തിൽ യേശുവിൽ അനുനിമിഷം മുന്നേറാനായിട്ട് നമ്മെ സഹായിക്കുന്ന പുതിയ നിയമത്തിലെ മന്നയാണ് വിശുദ്ധ കുർബാന എന്നുള്ള ബോധ്യത്തില് കൂടെ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം ഓർത്തുകൊണ്ട് ഈശോയുടെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യത്തിൽ അനുനിമിഷം ഈശോയ്ക്ക് ചേർന്ന രീതിയിൽ ജീവിക്കാനും അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരുവാനും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ കുർബാന സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഈശോയുടെ ആ പ്രബോധനങ്ങൾ കാണാനായിട്ട് സാധിക്കുക. അവിടെ ആദ്യം ഈശോ 6-ാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗത്ത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഈശോ പറയുന്നു, രണ്ടാമതായിട്ട് നമ്മൾ ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നതായിട്ടാണ് നമുക്ക് പിന്നെ അത്ഭുതം വന്ന് കാണാൻ സാധിക്കുക. ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരിൽ ഞാൻ നിത്യജീവനം ഉണ്ടായിരിക്കും. ഈശോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനം ഉണ്ടായിരിക്കുമെന്ന് ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ മനുഷ്യർക്ക് കിട്ടാത്തത് പുതിയ നിയമത്തിലെ ഈശോയുടെ മരണത്തോടു കൂടി മാത്രം കിട്ടിയതുമായ അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. ഈശോ തൻ്റെ ശരീരത്തിലെ സഹനങ്ങളിലൂടെ കടന്നുപോയത് എല്ലാം വിശുദ്ധ കുർബാന ആയിത്തീരാനായിട്ടാണ്. ഈശോ ഇത്രയേറെ സഹിച്ചത് വിശുദ്ധ കുർബാന ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്. ഈശോ ആരാലും അറിയപ്പെടാതെ 30 വർഷം തച്ചൻ ജോലി ചെയ്ത് രഹസ്യ ജീവിതം നയിച്ചത് ഈശോ കുർബാനയായി തീരാൻ വേണ്ടിയിട്ട് ആണ് തൻ്റെ ജീവിതം സമർപ്പിച്ചത്. നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാനും ഈശോയ്ക്ക് ശരീരത്തിൽ സഹിക്കുന്നതായി വന്നിട്ടില്ല. ഈശോ കുർബാനയായി ബലിയായി തീരാൻ വേണ്ടിയാണ് ഈശോ കയ്യഫാസും ഹെറോദോസിൻ്റെയൊക്കെ ആ 4 സ്ഥലങ്ങളിൽ അന്ന് കയറി ഇറങ്ങി രാത്രി മുഴുവനും ആ ഒരു സ്ഥലത്ത് കയറി ഇറങ്ങിയതെല്ലാം ചമ്മട്ടിയേറ്റതും രക്തം ചിന്തിയതും മുൾമുഴി ധരിക്കപ്പെട്ടതും കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടതുമെല്ലാം ഈശോ നമുക്ക് വേണ്ടിയും കുർബാനയായി തീരാൻ വേണ്ടിയും ഈശോ ശരീരത്തിൽ ഇത്രയേറെ സഹിക്കേണ്ടതായി വന്ന ആ ഒരു ബലിയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഈശോയുടെ ആ ഒരു ബലിയിൽ സജീവമായി പങ്കുകൊള്ളാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എവിടെയാണെന്ന് നമുക്കൊന്ന് വചനത്തിലൂടെ കണ്ണോടിക്കാം. സെഹ്യോൻ മാളികയിലാണെന്ന് ആരംഭിച്ച് കാൽവരി മലയിൽ പൂർത്തീകരിച്ചതാണ് ഈശോയുടെ ആ വിശുദ്ധ കുർബാന സ്ഥാപനം.
മാർക്കോസ് സുവിശേഷം 14 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് പെസഹ ആചരിക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ വെള്ളം കുടം ചുമന്നുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന ഒരുവനെ കാണും, നിങ്ങൾ അവനെ അനുഗമിക്കുക. അപ്പോൾ പാരമ്പര്യമനുസരിച്ച് അത് മാർക്കോസിന്റെ മാളികയിലാണ് ഈശോ പെസഹ ആചരിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. ജെറുസലേമിലെ മാർക്കോസിന്റെ അമ്മയായ മേരിയുടെ വീട്ടിലെ മുകളിലത്തെ റൂമിലാണ് ഈശോ പെസഹ ആചരിച്ചത് എന്നാണ് പാരമ്പര്യ വിശ്വാസം പറയുന്നത്. യഹൂദര് പെസഹ ആചരിക്കുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിലെ 400 വർഷത്തിൽ അടിമത്തത്തിന് ശേഷം വീണ്ടും ഫറവോയും കൂട്ടരും അവരെ പീഡിപ്പിച്ചപ്പോൾ വിമോചകനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ഇസ്രായേൽക്കാര് പെസഹ ആചരിക്കുന്നത്. ഇസ്രായേൽ ജനം ചങ്ങലകൾ കടന്ന് കാനാൻ ദേശത്തിലെ മരുഭൂമിയിലെ പ്രവേശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ്രായേൽ ജനം പെസഹ ആചരിക്കുന്നത്. അന്ന് യഹൂദരെ പെസഹ ആചരിച്ചിരുന്നത് പെസഹയ്ക്ക് 3-4 ദിവസം മുന്നേ തന്നെ ഒരുക്കം ആരംഭിക്കും. ഞായറാഴ്ചയാണ് പെസഹയെങ്കിൽ അതിന് മുന്നു തന്നെ, ഇപ്പോൾ വ്യാഴാഴ്ചയാണ് പെസഹ ആചരിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തന്നെ ഒരു കുഞ്ഞാടിനെ അവര് കണ്ടുപിടിക്കും. ആ കുഞ്ഞാട് കുറവുകളൊന്നുമില്ലാത്ത കുഞ്ഞാടായിരിക്കണം. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഊനമറ്റതായിരിക്കണം ആ കുഞ്ഞാട്. യാതൊരു കുറവില്ലാത്തൊരു കുഞ്ഞാടിനെ മാത്രമേ അവര് ബലിയർപ്പിക്കുകയുള്ളൂ. ആ കുഞ്ഞാടിനെ കഴുകി വൃത്തിയാക്കിയ ശേഷം പെസഹാരെ വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് രാത്രി 12 മണിക്ക് ഉള്ളിൽ പെസഹ ഭക്ഷണം കഴിച്ചിരിക്കണമെന്നാണ് പഴയ നിയമത്തിലെ യഹൂദര് അവര് പെസഹ ആചരിച്ചിരുന്നത്. പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ ഭക്ഷണം അവർ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളിപ്പില്ലാത്ത ഒരു അപ്പം അവർ തയ്യാറാക്കും. 4 കപ്പ് അവർ വീഞ്ഞ് അവർ തയ്യാറാക്കി വയ്ക്കും. കൈ കാൽ കഴുകാനായിട്ട് ഒരു വെള്ളം അവർ തയ്യാറാക്കി വയ്ക്കും. പിന്നെ കയ്പ് നീര് അല്ലെങ്കിൽ കയ്പ് ഇല അവർ തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ ഏറ്റവും താഴെയുള്ള സർവൻ്റായിരിക്കും കുടുംബത്തിലെ എല്ലാവരുടെയും കാല് കഴുകുന്ന ആ ഒരു ജോലി ചെയ്യുക. നടുവിലെ ആ ഒരു ചെയറിലെ കുടുംബനാഥൻ ഇരിക്കും. വലത്തുവശത്ത് കസേര അവർ എപ്പോഴും ഉപയോഗിച്ചിടും. അത് ഈശോയുടെ സാന്നിധ്യമാണ് അവരവിടെ സൂചിപ്പിക്കുന്നത്. ഇടതുവശത്തെ കസേരയിലെ കുടുംബനാഥൻ ആരെയാണ് അന്ന് ബഹുമാനിക്കാനായിട്ട്, പ്രത്യേകം ആദരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിയെ ഒക്കെയാണ് ആ കസേരയിൽ ഇരുത്തുക. ഈശ അവരോടൊപ്പം പെസഹ ആചരിക്കുന്നു, സന്നിഹിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വാഴ്ത്തുകയും പ്രാർത്ഥന നടത്തുകയും 1-ാമത്തെ കപ്പ് വീഞ്ഞ് എടുത്ത് ആസ്വദിച്ച് ആ പാത്രം കുടുംബനാഥൻ കുടിച്ച് അത് മറ്റുള്ളവർക്ക് അത് വലതുവശത്തുകൂടെ ഇടതുവശത്തുള്ള ആൾക്കാണ് ആദ്യം കൊടുക്കുക. അങ്ങനെ അത് അവർ കൈമാറി
വീഞ്ഞു കുടിക്കും. അതിനുശേഷം അവർ 113 114 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യും. അതിനുശേഷം അവർ കയ്പ് നീരുള്ള ആ ഒരു ഇലകളോ അല്ലെങ്കിൽ കയ്പ് നീര് അവർ കുടിക്കും. അത് ഈജിപ്തിൽ വെച്ച് ഉണ്ടായ യാതനയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ആചരിക്കുന്നത്. അത് ആ ഒരു വീഞ്ഞിനെ പറയുന്നവരൊക്കെ അനുരഞ്ജനത്തിന്റെ പാനപാത്രം എന്നാണ് പറയുന്നത്. ആ ഒരു കൊല്ലം ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങൾ മറക്കാനും അതിനെഞ്ചപ്പെടാനും പൊറുക്കാനും ഒക്കെ ആയിട്ടാണ്, സഹോദരങ്ങളോടും കുടുംബങ്ങളോടും അതിനെഞ്ചപ്പെടാനായിട്ടാണ് അത് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം അവർ രണ്ടാമത്തെ കപ്പ് വീഞ്ഞ് കുടിക്കും. ആ സമയത്ത് ആ വീട്ടിലെ ഏറ്റവും താഴെയുള്ള കുട്ടി കുടുംബനാഥനോട് ചോദിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്. അങ്ങനെ പഴയ നിയമത്തിലെ രക്ഷകര ചരിത്രം അബ്രാഹം മുതൽ മോശ വരെയുള്ള ചരിത്രങ്ങളെല്ലാം ആ കുടുംബനാഥൻ ആ കുടുംബാംഗങ്ങൾക്ക് ആ കുഞ്ഞിനെ എല്ലാം വിവരിച്ചു കൊടുക്കും. കുഞ്ഞാടിനെ പൊരിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞാടിനെ കഴിക്കുമ്പോൾ എല്ല് മുറിയാതെ വേണം, അത് ചെത്തി ചെത്തി എടുത്ത് കൊണ്ടാണ് അവർ കഴിക്കുന്നത്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാംസം ബാക്കി വന്നാൽ അത് ദഹിപ്പിച്ച് കളയുകയാണ് അവർ ചെയ്യുക. അതിനുശേഷം അവർ മൂന്നാം കപ്പ് വീഞ്ഞെടുത്ത് കൃതജ്ഞാസ്തോത്രം ചെയ്ത് കൊടുത്ത് 115 116 117 118 സങ്കീർത്തനങ്ങൾ അവർ ഉരുവിടുന്ന രീതിയാണ് യഹൂദരുടെ പഴയ നിയമത്തിൽ അവർ പെസഹ ആചരിച്ചിരുന്നത്. അതിനുശേഷം അവർ 4 കപ്പ് വീഞ്ഞെടുത്ത് അതിനെ പറയുന്നത് സഹനത്തിന്റെ പാനപാത്രം എന്നാണ്, അല്ല രക്ഷയുടെ പാനപാത്രം എന്നാണ് ആ കപ്പിനെ അറിയപ്പെടുക. അത് വാഴ്ത്തി കുടിച്ചതിന് ശേഷം 36 സങ്കീർത്തനങ്ങൾ അവരെല്ലാവരും ചൊല്ലും. അതുപോലെ തന്നെ ഈശോ ഈ പഴയ നിയമത്തിലെ ആ പെസഹ തന്നെയാണ് പുതിയ നിയമത്തില് ഈശോ പെസഹ ആചരിച്ചപ്പോൾ ഈശോ വലതുവശത്ത് ഒരു ചെയർ ഒരിക്കലും ഇട്ടില്ല. കാരണം ഈശോ അവിടെ സന്നിഹിതനായിരിക്കുന്നതായിരുന്നുകൊണ്ട് വലതുവശത്ത് ഈശോ ഇരിക്കുന്നത് ആ ചെയർ ഇട്ടില്ല, ഒഴിച്ചിട്ടില്ല. ഇടതുവശത്ത് എന്തായാലും ഈശോ അന്ന് ഏറ്റവും കൂടുതൽ ആദരിച്ചിരുത്തിയത് എന്തായാലും യൂദാസിനെ ആയിരിക്കും. വലതുവശത്ത് യോഹന്നാനും ഇരുന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് നമുക്ക് ആ ഒരു വചനഭാഗത്ത് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുക. പെസഹ ആചരിക്കുമ്പോൾ ലോവസ്റ്റ് കാല് കഴുകുന്ന ഒരു വേലക്കാരനായിട്ട് അവിടെ എല്ലാവരുടെ കാല് കഴുകിയത് ഈശോ തന്നെയാണ് ആ കാല് കഴുകുന്ന ശുശ്രൂഷ നടത്തിയത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് താഴ്ന്ന ഒരു പ്രവൃത്തിയാണ്. ഈശോ ദാസനായിട്ട് സ്വയം താഴ്ത്തിക്കൊണ്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഹ്റോന്റെ പുത്രന്മാരെ വെള്ളം കൊണ്ട് കാൽ കഴുകിക്കൊണ്ടാണ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്ന് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാൽ കഴുകുന്നതിലൂടെ ഈശോ ശിഷ്യന്മാരെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് വെള്ളം കൊണ്ട് കാൽ കഴുകുന്നത് എന്ന് അർത്ഥമാക്കുന്നത്. ആ സമയത്താണ് പത്രോസ് തടസ്സം പറഞ്ഞത്, നീ ഒരിക്കലും എന്നെ കഴുകരുത്, അങ്ങനെ കഴുകുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം പൂർണ്ണമായി കഴുകണം
എന്നാണ് പത്രോസ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതിയെന്ന്. മാംദീസ സ്വീകരിച്ച വ്യക്തിയാണ് ആ വ്യക്തിയായതുകൊണ്ട് പൗരത്വം കൂടി കിട്ടി കൊടുത്താൽ മതിയെന്നാണ് ഈശോയെ സൂചിപ്പിക്കുന്നത്. ഈശോ തന്നെയാണ് പാപപരിഹാര കുഞ്ഞാടിന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ വേറെ കുഞ്ഞാടിനെ അവര് കൊന്നില്ല. ഇത് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഈശോ കപ്പെടുത്ത് കൃതജ്ഞതാസ്തോത്രം വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിലെ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഞാൻ മുന്തിരിയില വീഞ്ഞു കുടിക്കുകയുള്ളൂ എന്ന് ഈശോ ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം ഈശോ 116, 117, 118 സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. യേശു ഒരു കല്ലേറ് ദൂരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരുന്ന് ഈശോയുടെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഈശോ അവിടെ ശിഷ്യന്മാരത് പറയുന്നുണ്ട്. യേശു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സഹനമാകുന്ന ഈ പാനപാത്രം മാറ്റി തരണമേന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നതായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ആ ഒരു പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഒരു മറുപടിയും നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. രക്ഷയുടെ ഈ ഒരു പാനപാത്രം യേശു കുടിച്ചേ പറ്റൂ എന്ന് ഈശോയ്ക്ക് തിരിച്ചറിവ് ലഭിച്ചു. അങ്ങനെ ഈശോ ഒലിവുമലയിൽ നിന്ന് മടങ്ങി. അപ്പോൾ യൂദാസ് ഉറ്റിക്കൊടുക്കുകയും അങ്ങനെ പടയാളികൾ ഈശോയെ പിടിച്ചു കൊണ്ടുപോകുന്നതും 4 കോടതികളിൽ ഈശോയെ ആ രാത്രിയിൽ കയറിയിറങ്ങി അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും ഹെറോദോസിൻ്റെയും പിലാത്തോസിൻ്റെ അരമനയിൽ ആ രാത്രി മുഴുവൻ 4 കോടതിയിൽ ഈശോ കയറിയിറങ്ങി. 40 അടിയും കുരിശുമരണവും പിലാത്തോസ് വിധിവാചകം പറഞ്ഞു. ആ 40 അടി അടിക്കുന്നത് ഇരുമ്പ്, അസ്ഥി, കട്ട എന്നിവ കൊണ്ട് കോർത്തുള്ള ഒരു ചാട്ട കൊണ്ടാണ് ഈശോയെ പ്രഹരിച്ചത്. ആ ഒരു 40 അടി കൊണ്ട് തന്നെ ഈശോ ഏകദേശം തളർന്ന അവശനായി തീർന്നിട്ടുണ്ടായിരുന്നു. മരിക്കാതെ ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് അവർ ഈശോയ്ക്ക് മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാനായിട്ട് കൊടുത്തു. ആ വീഞ്ഞ് കുടിച്ചാൽ പിന്നെ ഒരു വേദന മരവിപ്പ് അനുഭവപ്പെടും. അങ്ങനെ വേദന അറിയാതെ കുരിശ് ചുമന്ന് ഈശോ കുരിശ് കാകുൽത്തയിലെത്തിക്കാനായിട്ട് പടയാളികൾ പരിശ്രമിച്ചപ്പോൾ ഈശോ ആ വീഞ്ഞ് കലർന്ന അത് കഴിക്കാതെ ഈശോ വേദന സഹിച്ചുകൊണ്ട് കെറുബീൻകാരനായ ശിമയോന്റെ സഹായത്തോടെ കുരിശ് ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് കയറി. അങ്ങനെ കാൽവരി മലയിലെ നെറുകയിലെ പരിഹാസവും നിന്ദനവും തുപ്പലും ഏറ്റ് സഹിച്ച് എല്ലാം പൂർത്തിയായെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഹിസോപ്പ് തണ്ടിൽ വിനാഗിരി മുക്കി ചുണ്ടോടടുപ്പിച്ചു.
അങ്ങനെ ഈശോ ആ പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്ന ആ 4-ാമത്തെ കപ്പ് കുടിക്കുകയാണ് സഹനത്തിൻ്റെ. അങ്ങനെയാണ് പെസഹ പൂർണ്ണമായി കഴിഞ്ഞ് പെസഹ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങനെ സെഹ്യോൻ മാളികയിലെ മുകളിൽ നിന്ന് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെട്ടത് കാൽവരിയിലെ നെറുകയിലാണ്. ഇടവ പള്ളിയിൽ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അത് ഒരു ആരംഭം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ കാൽവരി മലയുടെ മുകളിൽ സഹനത്തിൻ്റെ മറ്റുവരെ കുടിച്ച് സംതൃപ്തി എല്ലാം പൂർത്തിയാക്കി എൻ്റെ സ്വന്തം ജീവനെ ഈശോ സമർപ്പിച്ചു. എല്ലാം അവസാനിച്ചു, എല്ലാം പൂർത്തിയായി. അതുപോലെ ഈശോ വിശുദ്ധ കുർബാനയും അങ്ങനെ കാൽവരി മലയിൽ പൂർത്തിയാവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന, ആരാധനകൾ വെച്ച് ഏറ്റവും വലിയ ആരാധന, കൂദാശകൾ വെച്ച് ഏറ്റവും വലിയ കൂദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ ഈശോ തൻ്റെ ശരീരത്തോടും ആത്മാവോടും രക്തത്തോടും ദൈവത്തിൻ്റെ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടി ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. സത്യമായും യഥാർത്ഥമായും പരമമായും ഈശോ വിശുദ്ധ കുർബാനയിലെ മറ്റു കൂദാശകളെ പോലെ മറ്റുള്ള എല്ലാ കൂദാശകളിലും ഈശോയുടെ ആത്മീയമായ സാന്നിധ്യം മാത്രമാണ്. എന്നാൽ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ആത്മീയ സാന്നിധ്യം മാത്രമല്ല അവിടെയുള്ളത്, ഒപ്പം ശാരീരികമായ സാന്നിധ്യം കൂടി അവിടെയുണ്ട്. നമ്മെപ്പോലെ ശാരീരികമായി ജനിക്കുകയും കുരിശിലേറി മരിക്കുകയും 3-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത ദൈവപുത്രൻ ശരീരത്തോടുകൂടെ ആത്മാവത്തോടുകൂടെ വംശത്തോടുകൂടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഹൃദയത്തിനും തലച്ചോറിനും കൊണ്ട് മനസ്സിലാവാത്ത പല കാര്യങ്ങളും സ്നേഹത്തിനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശ്വാസം കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കാൽവരി മലയിലെ നെറുകയിലെ ഈശോ തൻ്റെ ശരീരമാകുന്ന അപ്പത്തെയും സ്വന്തം രക്തം കൊണ്ട് മുന്തിരിച്ചാറായി അശ്രാത്തിൽ ഈശോ കാൽവരി മലയിലെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈശോയുടെ സഹനം മനുഷ്യാവതാരത്തോടെ ആരംഭിക്കുകയും പെസഹ ഈശോ ആദ്യമായി വിശുദ്ധ കുർബാന കൊടുത്തത് യൂദാസിനെ ആയിരുന്നു. അങ്ങനെ ഈശോ ആദ്യമായിട്ട് കൊടുത്ത ആ ഒരു കൂദാശ യൂദാസിനെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ സ്നേഹത്തില് നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങളും ശിക്ഷയും നമ്മളെ മേൽ നിബന്ധിക്കുന്നതിന് പകരം ആ പാപം മുഴുവനും ഈശോ കുരിശിൽ ഏറ്റെടുക്കുകയും ഈശോ ഗെത്സമേനിയിലെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ
മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വേദന ശരീരത്തിൽ സഹിക്കാവുന്ന അപ്പുറമാകുമ്പോഴാണ് ഈശോയുടെ രക്തധമനികളിൽ നിന്ന് രക്തം വരാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഈശോ അവിടെ രക്തം ചിന്തിക്കൊണ്ട് ഈശോയ്ക്ക് അതിതീവ്രമായ മനോവേദന ഉണ്ടാവുകയും ഈശോ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥനാ സമയത്ത് അനുഭവിച്ചത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ തീഷ്ണതയില്ലാത്ത ആലസ്യത്തിൽ ആ ഒരു ഹൃദയത്തോടു കൂടി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യൂദാസ് 30 വെള്ളിക്കാശിന് ഈശോയെ ഒരു അടിമ വിലയ്ക്കാണ് ഈശോയെ വിറ്റത്. പഴയ നിയമത്തിലെ നമുക്ക് ജോസഫിനെ അവർ സഹോദരന്മാര് 20 വെള്ളിക്കാശിന് അടിമയായിട്ട് വിൽക്കുന്ന ചരിത്രം നമുക്ക് കാണാനായി സാധിക്കും. ഈശോയെ പീലാത്തോസ് ചമ്മട്ടിനടിക്കാനായിട്ട് ഏൽപ്പിച്ചപ്പോൾ ഈശോയുടെ ആ ഒരു ചമ്മട്ടടിയേറ്റ് ഈശോ ശരീരത്തിലെ 400-ലധികം മുറിവുകൾ ഈശോ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഉൾക്കരീരം തറച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ മുറിവുകൾ വേറെയും ഈശോ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈശോ ശരീരത്തിലുണ്ടായ ആ ഒരു ശരീരത്തിൽ ആ മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ഗോതമ്പ് അപ്പം അത് പൊടിച്ച് ചുട്ട് എടുക്കുന്ന വിശുദ്ധ കുർബാനയായിട്ടിരുന്ന പോലെ ഈശോ എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകാൻ വേണ്ടി, സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും വലിയ ക്രൂരതകൾ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഈശോ സഹിച്ചു. ആ ഒരു പുനരാവിഷ്കാരണമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയവും തീഷ്ണത കൊണ്ടും സ്നേഹം കൊണ്ടും ജ്വലിക്കുന്നു എന്നും ദൈവം ജ്വലിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട ആവശ്യം ഇവിടെ ഊന്നി പറയുന്നു. കാൽവരി മലയിലെ ബലിപീഠത്തിൽ ഈശോ എന്ന പുരോഹിതൻ സ്വന്തം ശരീരത്തെ അപ്പമായും രക്തം കൊണ്ട് മുന്തിരിച്ചാറുമായി വിശുദ്ധ കുർബാന സമർപ്പണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ കാൽവരി മലയിൽ നമുക്കിവിടെ അവിടെ കാണാൻ സാധിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആ കാൽവരി മലയിലെ കുരിശിന് താഴെ നിന്നിരുന്നു. ഒത്തിരി ശത്രുക്കള് പരിഹസിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിന് താഴെ നിന്നിരുന്നു. ഒത്തിരി കാഴ്ചക്കാര് മഹാഭൂരിപക്ഷം പേരും അവിടെ ഈശോ കാൽവരിയിൽ ബലി അർപ്പിക്കുമ്പോൾ ആ സമയത്ത് അവിടെ താഴെ നിന്നിരുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറയുന്ന സമയത്ത് അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്നത് ആ ഒരു അത്ഭുതവും, രണ്ടാമത് വെള്ളത്തിന് മേൽ നടക്കുന്ന അത്ഭുതവും, പിന്നെ ജീവന്റെ അപ്പമാണെന്ന് ഈശോ അവിടെ പറയുന്നു. പിന്നെ ഇത് കേട്ടിട്ട് ഒത്തിരി പേര് ഈ കൂട്ടമായി ഈശോ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈശോ തന്റെ നിലപാട് ഒരിക്കലും മാറ്റുകയോ ഈശോ അപ്പം
വർദ്ധിപ്പിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളൊരു അപ്പം എൻ്റെ കൈകളിൽ ഈശോയുടെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പത്തെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ ആക്കി മാറ്റാനായിട്ടുള്ള കഴിവ് ഈശോയ്ക്കുണ്ടെന്നുള്ളതാണ് ഈശോ അപ്പം വർദ്ധിക്കുന്ന ആ ഒരു അത്ഭുതത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഏതൊരു അപ്പത്തെ ഈശോയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഈശോ അത് രൂപാന്തരപ്പെടുത്തി മാറ്റാനുള്ള സർവശക്തനായ ദൈവമായതുകൊണ്ട് അതിനെ രൂപാന്തരപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് അത്ഭുതത്തിലൂടെ ഈശോ നമ്മെ കാണിക്കുന്നു. വെള്ളത്തിൻ്റെ മീതെ നടക്കാനായിട്ടുള്ള അത്ഭുതം ഈശോ പ്രവർത്തിക്കുമ്പോൾ ആ ശരീരത്തെ ഇഷ്ടമുള്ളതുപോലെ മാറ്റാനായിട്ട് ആ ഒരു വെള്ളത്തിന് മുകളിൽ നടക്കാൻ പാകത്തിന് ആ ശരീരത്തെ മാറ്റിയെടുക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്ന് ഈശോ അവരെ അത്ഭുതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയ്ക്ക് തൻ്റെ ശരീരത്തെ ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഭക്ഷിക്കാനായിട്ട് തരാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്നാണ് ഈശോ ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ അപ്പം എൻ്റെ ശരീരമാണ്. സിയോൻമാളികയിൽ ഈശോ തൻ്റെ ശരീരം എടുത്ത് അപ്പം എടുത്ത് ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞത് എൻ്റെ ശരീരമാണ്, മുന്തിരിയെടുത്ത് വാഴ്ത്തി കൊണ്ട് പറഞ്ഞത് എൻ്റെ അപ്പമാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ശരീരം എൻ്റെ അപ്പമാണ്. ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് കഫർനാമിൽ നിന്ന് സിനഗോഗിൽ നിന്ന് പുറത്തേക്ക് പോയി. ഭൂരിപക്ഷം പേർക്കും ഈശോ പറഞ്ഞ ആ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് ആ ഒരു വചനം കഠിനമാണെന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാനായിട്ട് ആ വചനം ഈശോയുടെ ശരീരം ഭക്ഷണവും ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് കഠിനമായ ഒരു വചനമായിട്ട് അവർക്ക് അനുഭവപ്പെടുകയും അവർ ഒത്തിരി പേര് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ യേശുവിൽ നിന്ന് ഇടറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ശിഷ്യന്മാരത് പറഞ്ഞു, നിങ്ങളും പോകുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഗ്രഹിപ്പിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തർക്കും ജ്ഞാനം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൾത്താരി വെച്ച് ആ പുരോഹിതനെ അത് ബലിയർപ്പിക്കുമ്പോൾ ആ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ജീവനുള്ള ദൈവം ആ തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് നമ്മൾ ഓരോരുത്തരും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പിശാചിന് തിരുവോസ്തി ഭയങ്കര ഭയമാണ്. പിശാച് നമ്മളെ തിരുവോസ്തിയിൽ നിന്നും ആ ഒരു വിശുദ്ധ ബലിയിൽ നിന്ന് നമ്മെ ഉദാശകളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താനുള്ള സകല കാര്യങ്ങളും പിശാച് ചെയ്യും. സാത്താന് ഏറ്റവും വലിയ പേടിയാണ് വിശുദ്ധ കുർബാന. ഈശ്വരൻ്റെ ചങ്ക് പറിച്ച് വേദന അനുഭവിച്ച് നമുക്ക് തന്ന ആ വിശുദ്ധ ബലിയും ആ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പ് AB പോസിറ്റീവാണ്. യേശുവിൻ്റെ രക്തമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്.
പഴയ നിയമത്തിൽ സംഹാരദൂതം കടന്നു പോകുമ്പോൾ അതിനെ തടുക്കാനായിട്ട് കുഞ്ഞാടിൻ്റെ രക്തത്തിന് സാധിച്ചു. നിങ്ങളുടെ കൂടാരങ്ങളെ വെളിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ സംഹാരദൂതൻ നിങ്ങളെ തൊടുകയില്ലെന്ന് ദൈവം പറഞ്ഞു. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾ ഭക്ഷിക്കുമ്പോൾ സാത്താൻ നമ്മളെ ഒരു തൊടുക പോലും ചെയ്യുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും യേശു ക്രിസ്തുവിനെ അറിയുന്ന എല്ലാ വ്യക്തികളും വിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുമ്പോൾ ഈശോയ്ക്ക് വേദനയും അനുഭവപ്പെടാനായിട്ട് ഇടയായിത്തീരും. ഈശോ ശരീരത്തിൽ കഠിനമായ വേദനകൾ, മുൾമുടി ധരിച്ചതും കുരിശ് ഇരുമ്പാനിയാൽ തറയ്ക്കപ്പെട്ടതും മുൾമുടി ധരിച്ചതും പിന്നെ ചമ്മട്ടി ഏറ്റതും പരിയാസവും തുപ്പലും എല്ലാം ഏറ്റതും കുരിശുമെന്നും എല്ലാം നമുക്ക് വിശുദ്ധ കുർബാന നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഈശോ ആൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ സന്നിധനാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരാളുടെ സന്നിധാനം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. കുർബാന എന്നാലൊരു ഓർമ്മയുടെ കൂതാശയാണ്. സ്നേഹത്തിൽ നിന്ന് പുതിയ സ്നേഹത്തിൻ്റെ നമ്മൾ ഓർമ്മകളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ഒരു അകൽച്ച അനുഭവപ്പെടാനായിട്ട് ഇടയായിത്തീരും. ഏകാന്തയിൽ നിന്ന് കഷ്ടപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സക്രാരിയിൽ നമ്മളെ ഈശോയെ എത്ര പൂജ്യമായിട്ടാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയും ഈശോയുടെ സക്രാരിയായിട്ട് തീരുകയും ഈശോയുടെ സാന്നിധ്യമുള്ള ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കുന്ന ബോധ്യത്തിൽ അനുനിമിഷം ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുർബാനയിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹം നമ്മൾ രുചിച്ചറിയുകയും അങ്ങനെ തൊടാവുന്ന സ്പർശിക്കാവുന്ന രീതിയിലേക്ക് ഈശോയുടെ സ്നേഹം മാറുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന. നമ്മുടെ ചിന്തയിൽ, ഭാവനയിൽ, ഓർമ്മയിൽ ഉള്ള എല്ലാ സൗഖ്യങ്ങളും വിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി വ്യക്തികൾ കോടിക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട ഊർജം സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ഇരുന്നു കൊണ്ട് തന്നെയാണ്. പത്രോസ് ഈശോയെ അനുഗമിച്ചത് കുറെ ദൂരത്തു നിന്നാണ് ഈശോയെ ഈശോയെ കുറിച്ച് പറഞ്ഞ സമയത്തെല്ലാം അനുഗമിച്ചത്. ആ ദൂരത്തായിരിക്കുമ്പോൾ ഈശോയിലുള്ള ഓർമ്മയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് പത്രോസിനെ 3 പ്രാവശ്യം തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പത്രോസ് എത്തിച്ചേർന്നത്. ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ അനുനിമിഷം വിശുദ്ധ കുർബാന
ബലിയർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ഈശോയിലുള്ള ഓർമ്മയിലും അനുനിമിഷം ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് ഈശോ നമ്മെയും അങ്ങനെയും നമ്മളെയും തീർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോ ശരീരം ഭക്ഷിക്കുകയും രക്തപാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. സാധാരണ സ്ഥലങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയെ അവഹേളിക്കാനായിട്ട് അവര് വിശുദ്ധ കുർബാനയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പരീക്ഷയിൽ തന്നെ ആശ്വാസം നൽകുന്ന വാക്ക്, ഒരു ശിഷ്യന് എന്ന പോലെ പ്രഭാതം തോറും ഞാൻ അനുഭവിച്ചു. ഈശോ തൻ്റെ ഈശോയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. താടി പറിക്കുന്നവരിൽ നിന്ന് അടിച്ചവന് പുറംകുപ്പായവും താടി വീശ പറിക്കുന്നവർക്ക് കവിൾത്തളവും കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്ന് തുപ്പലിൽ നിന്നോ മുഖം തിരിച്ചില്ല. അങ്ങനെ അവൻ ശിലമുഖം ശിലാതുല്യമാക്കി തീർത്തു. അടിയേറ്റപ്പോൾ അടിയേറ്റതായി ഭാവിച്ചില്ല, പ്രതികാരം ചെയ്യുകയും ചെയ്തില്ല. എമ്മാവൂസിലേക്ക് വിശുദ്ധ കുർബാന ഒരു വിരുന്നും വിശുദ്ധ കുർബാന ഒരേ സമയം ബലിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെഗോൻ ഊട്ടുശാലയിൽ വിരുന്ന് ആഘോഷിച്ചു. കാൽവരിയുടെ മുകളിൽ ബലിയർപ്പിക്കുകയുമാണ് ചെയ്തതെന്ന് നമുക്ക് വചനഭാവത്തിലൂടെ കാണാൻ സാധിക്കും. പഴയ നിയമ പെസഹയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പുതിയ നിയമത്തിൽ പെസഹ ആചരിച്ചത്. പാപത്തിൻ്റെയും പിശാചിന്റെ അടിമത്തിൽ കിടന്നിരുന്ന മനുഷ്യനെ മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ ത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ചെയ്യുകയാണ് ഈശോ വിശുദ്ധ കുർബാനയിലെ അനുനിമിഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികൾ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാനയിലൂടെ അഴിയാത്ത ഒരു ബന്ധനവും ഇന്ന് നമുക്കില്ല. വിശ്വാസത്തോടെ ബലിയർപ്പിച്ചാൽ വിശുദ്ധ കുർബാനയിലൂടെ സകല ബന്ധനങ്ങളും പാപങ്ങളും അടിമത്തങ്ങളും നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകാനായിട്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുമ്പോൾ എല്ലാ പൈശാചിക ബന്ധനങ്ങളും പാപ സവാസനകളും എല്ലാം അഴിയാനായിട്ട് വിശുദ്ധ കുർബാന ഇടയായിത്തീരും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരു ബലിയിലേക്കാണ്, ഒരു കുർബാനയിലേക്കാണ് ആ വചനം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. കായയിലും ആബേലുമാണ് ആദ്യമായിട്ട് ബലി അർപ്പിച്ചത്. പക്ഷേ ആബേലിൻ്റെ ബലി മാത്രമാണ് ദൈവം സ്വീകരിച്ചത്. ആ ബലി കാഴ്ച സമർപ്പണത്തിൻ്റെ കുഴപ്പമല്ലായിരുന്നു, അത് കാഴ്ച വസ്തുവിൻ്റെ എല്ലാ പ്രശ്നവും ഇഷ്ടപ്പെട്ടത് കാഴ്ചവെച്ച ആളെയാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സുഭാഷിതം 21:27 നമുക്ക് കാണാൻ, സദുഷ്ടന്റെ ബലിയും വെറുപ്പുളവാക്കും,
ദുരോദ്ദേശത്തോടെയുള്ള സമർപ്പിക്കുമ്പോൾ അത് വെറുക്കപ്പെടും. കായൽ എന്ന വ്യക്തിയും ഹൃദയത്തിലെ ദുഷ്ടത ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ബലി അർപ്പിച്ചത്. ആ ദുഷ്ടത നമ്മൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എത്ര ഭക്തിയിൽ നമ്മൾ വിശുദ്ധ കുർബാന ചെയ്താലും സ്വീകരിച്ചാലും ദൈവം അത് സ്വീകരിക്കപ്പെടുകയില്ല. ദുഷ്ടത, വെറുപ്പ്, കാപട്യം, ദൈവാഗ്രഹം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാതെ ബലിയർപ്പിച്ചാൽ ദൈവം നമ്മിൽ പ്രസാദിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ മോഷ്ടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷ്യം പറയുകയും ബാലിനെ ധൂപമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് എൻ്റെ ആലയത്തിൽ വന്ന് സന്നിധിയിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഒരിക്കലും വിചാരിക്കരുതെന്ന് ഈശോ വചനഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 37:13 നമുക്ക് കാണാൻ സാധിക്കും, ദുഷ്ടത ഹൃദയത്തിൽ വെച്ച് ബലിയർപ്പിച്ചാൽ ദൈവം ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. 5 തരം ബലികള് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 ദഹനബലി, 2 ധാന്യബലി, 3 പാപപരിഹാര ബലി, 4 സമാധാന ബലി, 5 പ്രാശ്ചിത്ത ബലി. ധാന്യബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണം, വിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുന്നത്. സമാധാന ബലി എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം, ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും അനുരഞ്ജനത്തിൽ എത്തിച്ചേരുന്ന ഒരു ബലി നമ്മൾ അർപ്പിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലേവ്യർ 7 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അശുദ്ധമായതൊന്നും ബലിപീഠത്തിൽ വയ്ക്കരുത് എന്ന് ഈ വചനഭാഗത്ത് സൂചിപ്പിക്കുന്നു. ബലിക്ക് മുമ്പ് കഴുകപ്പെടുന്നവ അനുദപിച്ചതിന് ശേഷം പാപം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രം ബലി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ ബലി ദൈവം സ്വീകരിക്കുകയും ആ ബലിയിൽ നമ്മുടെ ബന്ധനങ്ങളെല്ലാം കെട്ടുകളെല്ലാം അഴിയുകയും മാത്രം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ത്യാഗം എടുത്തുകൊണ്ട് നമ്മൾ ബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയും ആ ബലിയിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ബലി അർപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും വെറും കൈയോടെ വരരുത്. ബലി മൃഗത്തെ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരണം. ലൂക്ക 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് ജെറുസലേമിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് എമ്മാവൂസിൽ. അവരെ ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. ഉന്നതങ്ങളിൽ നിന്ന് ശക്തീകരിക്കുന്നവരെ ജെറുസലേം വിട്ടു പോകരുതെന്ന് ഈശോ അവരോട് കൽപ്പന ഈശോ അവരോട് പറഞ്ഞത് അവര് ബോധപൂർവ്വം ലംഘിച്ചുകൊണ്ടാണ് ആ ശിഷ്യന്മാര് എമ്മാവൂസിലേക്ക് പോയത്. ഈശോ യാത്രയിൽ അവരൊപ്പം നടക്കുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് നിയമഗ്രന്ഥങ്ങളിലും സങ്കീർത്തന ഗ്രന്ഥങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നതെല്ലാം ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതായിട്ട് ആ വചനഭാഗത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തെയും പുതിയ നിയമത്തിന്റെ കണ്ണുകളിലൂടെ ധ്യാനിച്ചുകൊണ്ട് ആ പ്രവചനങ്ങളിലെ എല്ലാം ഈശോ അവർക്ക് ഒന്നായി വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തപ്പോൾ ആ പാപത്തിന് നെറ്റിയിൽ വീർപ്പ് കൊണ്ട് ഭക്ഷിക്കണമെന്ന ആദത്തോട് ദൈവം ആവശ്യപ്പെടുന്നു. ആ പാപത്തിന് പരിഹാരമായി ഈശോ രണ്ടാമത്തെ ആദമായി ഈശോ പരിഹാരം ചെയ്തു.
പഴയ നിയമത്തിലെ ആ ഒരു മരുഭൂമിയിലൂടെ അവര് യാത്ര ചെയ്തപ്പോൾ അവർക്ക് ക്ഷീണം വന്നപ്പോൾ അവർക്ക് ഭക്ഷണം ഭക്ഷിക്കാനായിട്ട് മന്ന ദേവദൂതന്മാരെ ഭക്ഷണമായ മന്ന കൊടുത്തപ്പോൾ പുതിയ നിയമത്തിലെ സ്വർഗത്തിലെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് വിശുദ്ധ കുർബാന എന്ന ആ ഒരു തന്നുകൊണ്ട് ഈശോ നമ്മെ ശക്തിപ്പെടുത്തുകയും ആണ് ചെയ്യുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് അവരുടെ യാത്ര നഗരത്തിൽ തടുത്തപ്പോൾ ഈശോ അവരോടൊപ്പം താമസിക്കുകയും അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാടിന്റെ വെളിപ്പാട് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിജയം വരിച്ചവർക്ക് ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ കഴിക്കാൻ കൊടുക്കും. വിജയം വരിച്ചവരെ നിഗൂഢമായ മന്ന ഭക്ഷിക്കാനായിട്ട് അവർക്ക് കൊടുക്കും. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മെ ഓരോരുത്തരകറ്റാനായിട്ട് വിശ്വാസി ആവുന്നത്ര നമ്മളെ ശ്രമിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാന അനുസരിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ ഈശോ പറഞ്ഞതെല്ലാം അനുസരിക്കാമെന്നാണ് നമ്മൾ പറയാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. പഴയ നിയമത്തിൽ പെസഹ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മയാണ്. പഴയ നിയമത്തിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓർമ്മയാണ് പഴയ നിയമത്തില് അവര് ഓർമ്മ പെസഹ ദിവസം ആചരിച്ചിരുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഓർമ്മയായിരുന്നു ഈശോ കാൽവരിയിൽ അർപ്പിക്കാൻ പോകുന്ന ബലിയുടെ ഓർമ്മയാണ് പുതിയ നിയമത്തിലെ പെസഹ. ഈജിപ്തിൻ നിയമത്തിൽ നിന്നും മോചനത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പഴയ നിയമത്തില്. ഈശോ കുരിശിൽ മരിച്ചതിന്റെ ഓർമ്മയാണ് പുതിയ നിയമത്തില് നമ്മൾ പെസഹ ആചരിക്കുന്നത്. അടയാളമായിട്ട് നമ്മൾ കാര്യങ്ങൾ കണക്കാക്കുന്നത്. ഈശോ കുരിശിൽ എന്നേക്കുമായിട്ട് ആ ബലി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഏകബലി ഈശോയുടെ ബലിയാണ്. കുരിശിൽ അർപ്പിക്കപ്പെട്ടത് ഏകബലിയാണ്. ഹെബ്രായ ലേഖനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ഹെബ്രായ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേറൊരു ബലി അർപ്പിക്കേണ്ട ഒരു ആവശ്യം ഇനി അർപ്പിക്കേണ്ട കാര്യവും വരുന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഈശോ ബലിയെ കുരിശിൽ അർപ്പിച്ച ഏക ബലിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ഏത് ബലിയും ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കുകയില്ല. ഈശോ രക്തം ചിന്തിയും കുരിശിൽ അർപ്പിച്ച ബലി ഇനി ആവർത്തിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്നാൽ രക്തം ചിന്താതെ അർപ്പിക്കാനായിട്ട് പറ്റുമെന്നും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രക്തരഹിതമായും ഈ അടയാളങ്ങളിലൂടെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണമെന്നാണ് ഈശോ പെസഹ വ്യാഴാഴ്ച സഹിയോൻ മാളികയിലെ മുന്നൊരുക്കമായിട്ട് ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് ശിഷ്യന്മാരുടെ അടുത്ത് നടത്തിയത്. തലേ ദിവസത്തെ ആവർത്തിച്ചതിൻ്റെ അടയാളമാണ് ഈശോ കാൽവരിയിൽ പിറ്റേ ദിവസം നടത്തിയ ബലി. അതാണ് ഈശോയുടെ ബലി. ഈശോയുടെ മരണം ഒരു ബലിയാണെന്നുള്ളത് നമുക്ക് സഭയ്ക്ക് പറയാനും സാധിക്കുകയുള്ളൂ. ഈശോ കുരിശിൽ മരിക്കുന്നതിന് തലേ രാത്രിയിൽ എൻ്റെ ശരീരം അതിൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അത് ആസ്വദിച്ച് അത് അവർക്ക് കൊടുത്തപ്പോൾ
അത് അവിടെ നിന്ന് ആരംഭിച്ച് പെസഹായിൽ തുടങ്ങി ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശ് മരണത്തോടു കൂടിയും അവസാനിക്കുകയും ചെയ്യുന്ന ബലിയായിരുന്നു ഈശോയുടെ. നമ്മൾ ഈ ഭൂമിയിൽ എത്ര പ്രാർത്ഥനയും ബൈബിൾ വായനയും എന്തൊക്കെ കൈയടിച്ച് പ്രാർത്ഥിക്കുകയും ചാടുകയും എന്തൊക്കെ ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവണെങ്കിൽ യേശുവിൻ്റെ ആ ബലിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി കുർബാന അർപ്പിക്കുക എന്നാണ്. ഈശോപിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കുകയും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് രക്തം അർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ അടുത്ത് ബലി അർപ്പിക്കുകയുമാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഈ വരുന്നത് വരെ ഈ ബലി അർപ്പണം തുടങ്ങണമെന്നാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കുരിശുബലിയുടെ കുരിശുമരണത്തിൻ്റെ ഉദാഹരണത്തിലെയും ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം കുരിശിൽ ഏറ്റെടുത്തു കഴിഞ്ഞെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പാപത്തിനും ശാപത്തിനും ബന്ധനത്തിനും ഒന്നും ഇനി എൻ്റെ മേൽ അധികാരമില്ല, ഈശോ അതെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയിലെ സജീവമായി പങ്കെടുക്കാനും വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും ഈശോയുടെ ശരീരം രക്തവും ഭക്ഷിച്ചുകൊണ്ട് സ്വർഗമാകുന്ന കാനാന്തേശത്തെത്തുന്നതുവരെ ആ യാത്രയിൽ തളർന്നു പോകാതെ നമ്മെ സഹായിക്കുന്ന യേശുവിൻ്റെ പുതിയ നിയമത്തിലെ മഞ്ഞയാണ് വിശുദ്ധ കുർബാന എന്ന ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയുടെ അടുക്കിലേക്ക് കുർബാന സജീവമായി പങ്കെടുക്കാനും അതൊരു ഓർമ്മയാണെന്നും അതൊരു ബലിയാന്നുള്ള ബോധ്യത്തിൽ ഈശോയുടെ ജനനവും തുടങ്ങി മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും വിശുദ്ധ കുർബാനയിൽ അതേപോലെ ആവർത്തിക്കുകയും അങ്ങനെ വിശുദ്ധ കുർബാന വഴി മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ സ്വന്തം പ്രവർത്തനം കൊണ്ട് സാധിക്കില്ലെന്ന ബോധത്തിൽ ഈശോയുടെ ആ ഒരു ഇത് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാനും അങ്ങനെ വിശുദ്ധ ബലിയിൽ സജീവമായി ഈശോ സന്നിഹിതനാന്നുള്ള ബോധത്തിൽ അപ്പത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും ഈശോയെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കാനും അങ്ങനെ സക്രാരിലുള്ള ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മൾ അനുനിമിഷം നമ്മുടെ കൂടെ നയിക്കുകയും നടക്കുകയും നമ്മെ കൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിലെ ആ വിശുദ്ധ കുർബാനയിൽ വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് കാപട്യവും ഒന്നുമില്ലാതെ സജീവമായി ബലി അർപ്പിക്കുവാനും അങ്ങനെ സ്വാർത്ഥതയോട് ഭരിക്കുവാനും അങ്ങനെ ഈശോയുടെ ആ ഒരു ബലിയിൽ സജീവമായി പങ്കുകൊണ്ടുകൊണ്ട് അതിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാനും നമ്മൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ